അപ്പം ഞാനെന്ന് വിചാരിച്ചു ശരി പഴങ്കഞ്ഞി കുടിച്ചാലോ, കുറച്ച് ദിവസമായില്ലേ പഴങ്കഞ്ഞി കുടിച്ചിട്ട് എന്ന് വിചാരിച്ച് പഴങ്കഞ്ഞി വെച്ചതാണ് കേട്ടോ. നമ്മൾ ചോറും കറിയും പോലെ ഒരുപാട് കൂട്ടാനും കറിയും തോരനും ഒന്നും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. വെറും കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ ഈ പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ. പണി എളുപ്പമാണ്. ഇതിൽ പലതും സത്യം പറഞ്ഞാൽ ഈ പൊടിക്കൈകളാണ് കേട്ടോ ഇതെല്ലാം. എന്താണ് ചമ്മന്തി എളുപ്പമാണ് കേട്ടോ. നമുക്കിത്തിരി തേങ്ങ ഉണ്ടെങ്കിൽ ചമ്മന്തി വെക്കാം. പിന്നെ കപ്പ വെക്കാൻ അധികം സമയമാവത്തില്ല. പപ്പടം പൊരിക്കാം. പിന്നെന്താണ് അച്ചാർ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാം, തൈര് കടയിൽ നിന്ന് വാങ്ങാം. ഇങ്ങനെ പല സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം. പക്ഷേ നമ്മൾ ചോറ് മാത്രം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണമെന്നേ ഉള്ളൂ കേട്ടോ. സംഭവം നല്ല തണുത്ത ചോറും പിന്നെ നല്ല തണുത്ത തൈരും അച്ചാറും പിന്നെന്താണ് കപ്പ മസ്റ്റാണ് കേട്ടോ. കപ്പയും അല്പവും അതിൻ്റെ പുറത്ത് ഉപ്പും പിന്നെ എന്താണ് ഉണക്കമീനിൻ്റെ ഇതുണ്ടല്ലോ ചാറും ഒക്കെ ഒഴിച്ച് കഴിക്കണം കേട്ടോ. എന്ത് ടേസ്റ്റാണെന്ന് അറിയോ. സത്യം നമ്മൾ കടയിൽ പോയി കഴിക്കുന്നേക്കാൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം. അതാണ് ഫ്രഷുമാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പഴങ്കഞ്ഞി കുടിക്കുക കേട്ടോ. സൂപ്പർ സാധനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉള്ളത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.